ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ കായംകുളത്ത് പോയപ്പോൾ കുറച്ച് ബ്രഹ്മി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതിന് ഒരു പിടിക്ക് 20 രൂപയാണ്. അന്നേരം ആ അച്ഛനാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5 പിടി തന്നു കേട്ടോ. 2 പിടിയുടെ പൈസ എടുത്തുള്ളൂ. അപ്പോൾ മോള് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് 5 പിടി എനിക്ക് എടുത്ത് തന്നു കേട്ടോ. ഇത് നമുക്ക് ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനാണെങ്കിൽ ഇന്നലെ ഇത് കൊണ്ടുവന്ന പരിധിയെ ഈ കിറ്റിനകത്ത് തന്നെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരളവ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ അച്ഛനാണെങ്കിൽ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെവിട് നോക്കി എവിടെയെങ്കിലും കുഴിച്ച് വെച്ചാൽ മതി, ഇത് പടന്നങ്ങ് കിളിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുഴിച്ച് വെക്കാം കേട്ടോ. അപ്പം ഇതാണെങ്കിൽ ഇനിയിപ്പം ഒന്ന് കഴുകി എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ അരയ്ക്കാവേ. അപ്പോൾ ഇത് അരച്ചിട്ട് ഞാൻ കാണിക്കാവേ. ഞാനിത് ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇതേപോലെ ഒരു ബൗളിനകത്തോട്ട് മാറ്റാവേ. അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് ഇത്രയും കൂടെ ഉണ്ട്, നമുക്ക് ഇതും കൂടെ അരച്ചെടുക്കാം അതേപോലെ കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിപ്പയ്ക്കകത്തിട്ട്. ഞാനിതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളവും ചേർത്താണ് കേട്ടോ അരിച്ചെടുത്തത്. ഇനി നമ്മൾ ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനായിട്ടൊരു ചരുവം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്കാണെങ്കിൽ ഒരു 50-ൻ്റെ നെയ്യാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. അത് ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ടും നെയ്യാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ അരച്ച് പിഴിഞ്ഞ് വെച്ച നമ്മുടെ ബ്രഹ്മി നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത് കരിപ്പെട്ടിയാണ് കേട്ടോ. ശർക്കരയല്ല, കരിപ്പെട്ടിയാണ്. 1 കിലോ കരിപ്പെട്ടിയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തത്. അപ്പം കരിപ്പെട്ടി പാവ് കാച്ചി അത് അരിച്ചാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചത്. പിന്നീട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നല്ല മെനക്കെട്ട പണിയാണ്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ 4-5 ഏലക്ക, അത് പൊടിച്ചല്ല ഇട്ട് കൊടുത്തത്, ചതച്ചാണ് കേട്ടോ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ അതേപോലെ ചുക്കുപൊടി അത് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതേപോലെ അരിപ്പൊടി ഇത് കുറച്ചൊന്ന് പറ്റി വരുമ്പോഴത്തേക്കിനും നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത്. ചിലവർ ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു ഇന്നപോലെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് നമ്മളിതിനകത്ത് തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വീഡിയോ എടുക്കുന്ന കാര്യം നമ്മുടെ അമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബ്രഹ്മി നീര് എടുക്കുന്നിടം വരെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ റിച്ചപ്പനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവനെ ഉറക്കാൻ വേണ്ടി പോയ സമയത്ത് അമ്മയാണെന്നുണ്ടെങ്കിൽ പാവ് കാച്ചി ഇതിനകത്തെല്ലാം ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസിലൂടെ ഇങ്ങനെ പറയുന്നത് കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. ഇത് നമ്മൾ
ഒത്തിരി അങ്ങ് കുറുക്കി എടുത്തിട്ടില്ല, കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ നമ്മളെടുത്തത്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഒരു ടിന്നിലേക്ക് മാറ്റിയത്. അത് നമ്മൾ അരിച്ചാണ് കേട്ടോ എടുത്തത്. എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി നമ്മൾ ഇട്ടായിരുന്നല്ലോ, അപ്പോൾ അതാണെങ്കിൽ ചെറിയ കഷ്ണം പോലെ അതിൽ കിടപ്പുണ്ടായിരുന്നു അടിയിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിച്ചാണ് കേട്ടോ ഇതേപോലത്തെ ഒരു ബൗളിലോട്ട് മാറ്റിയത്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ബ്രഹ്മിലേഹ്യം ഉണ്ടാക്കിയെടുത്തത്. ഇത് ഡെയിലി 2 സ്പൂൺ വെച്ചാണ് കേട്ടോ കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബായ്.